ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ കണ്ടസ്റ്റൻസിന്റെ ഇൻട്രോ ഷൂട്ടുകളെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇൻട്രോ ഷൂട്ട്? ഞാൻ പറഞ്ഞുതരാം. ജൂലൈ 27-ാം തീയതി നമ്മുടെ സ്റ്റാർ സിംഗർ അവസാനിപ്പിക്കുകയാണ്. പകരം ബിഗ് ബോസ് കൊടിയേറുകയാണ്. ലാലേട്ടന്റെ ലാസ്റ്റ് വന്നിട്ടുള്ള ഡേറ്റ് റിവീൽ ചെയ്തിട്ടുള്ള ഒരു BTSന്റെ പ്രൊമോയില് കുറെ കട്ട് സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. പല പല കോസ്റ്റ്യൂമുകളിലായിട്ട് ലാലേട്ടൻ നിൽക്കുന്നത്. പക്ഷെ ആ പ്രൊമോകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ആ പ്രൊമോകളൊക്കെ എവിടെ, എപ്പോ വരും? ഹോട്ട്സ്റ്റാർ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത് 24/7 ലൈവ് കാണാൻ? അപ്പൊ എല്ലാ അപ്ഡേറ്റുകളും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം പറയാനുള്ളത്, ബിഗ് ബോസ് 7-ലെ കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഇൻട്രോ ഷൂട്ടുകൾ തുടങ്ങി എന്നാണ് അറിയാൻ പറ്റുന്നത്. ഇൻട്രോ ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് സ്റ്റേജിലുണ്ടല്ലോ, ഗ്രാൻഡ് ലോഞ്ച് സ്റ്റേജിൽ കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവരെക്കുറിച്ച്, അവരാരാണ്, എന്താണ്, അവരുടെ ഫാമിലിയൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു ഇൻട്രോ, ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ വരുന്ന ഒരു ഇൻട്രോ ഉണ്ടല്ലോ, അതിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരൊക്കെ സെലക്ട് ആയിട്ടുണ്ടോ ആ കണ്ടസ്റ്റൻസിന്റെ എല്ലാം വീട്ടിൽ പോയിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏഷ്യാനെറ്റ് നേരിട്ട് പോയാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്തത്. അതിനു മുന്നേ സീസൺ 5-ന്റെ സമയത്ത് നിങ്ങൾ തന്നെ എടുക്കണം, ഏതെങ്കിലും ഒരു സ്റ്റുഡിയോക്കാരെ വെച്ച് എടുത്തിട്ട് നമുക്ക് അയച്ചു തരണം, അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തവണ ഏഷ്യാനെറ്റ് തന്നെയാണ് നേരിട്ട് പോയി എടുക്കുന്നത്. കഴിഞ്ഞ തവണ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിക്കവാറും ഉള്ള ഇൻട്രോ ഷൂട്ടുകളിൽ മൊത്തം മഴയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴക്കാലമാണ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പൊ ഇൻട്രോ ഷൂട്ടുകൾ നടക്കുകയാണ്. ഈ ഇൻട്രോ ഷൂട്ടുകൾ ഒരു 2-3 ദിവസത്തിനകത്ത് എന്തായാലും തീരും. കാരണം ഇന്നിപ്പോ ഈ പറഞ്ഞതുപോലെ 23-ാം തീയതി 24-ാം തീയതി ഒക്കെ ആയല്ലേ, 23-ആയി. അപ്പം ഇനിയിപ്പോ 27-28 കൂടി കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പോകാനുള്ളതാണ്, ചെന്നൈക്ക് പറക്കാനുള്ളതാണ്. അപ്പൊ അതിന് മുന്നേ എന്തായാലും ഇൻട്രോ ഷൂട്ടുകളൊക്കെ തീർക്കും. അപ്പൊ ഇൻട്രോ ഷൂട്ടിന്റെ സമയമായിരിക്കുന്നു. ഇനി ജൂലൈ 27-ാം തീയതി മുതൽ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 10 താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. മൺസൂൺ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന്റെ ഒരു എൻട്രി ഒക്കെ കാണിച്ചിട്ട് ബിഗ് ബോസിന്റെ സംഭവമൊക്കെ അതിനകത്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രൊമോ അതിനകത്ത് വിട്ടേക്കാം. ചിലപ്പോൾ ഒരു പ്രൊമോ കാണിക്കാതെ ഡയറക്റ്റ് തന്നെ ഡേറ്റും കാണിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 100 ദിവസത്തെ ബ്രേക്ക് എടുത്തു. ലാലേട്ടൻ തന്നെ വന്ന് പറഞ്ഞു ബിഗ് ബോസ് സീസൺ 6-ന് വേണ്ടി 100 ദിവസത്തെ ബ്രേക്ക് സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തവണയും സെയിം സംഭവം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. 100 ദിവസത്തെ ബ്രേക്ക് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മൺസൂൺ ഫെസ്റ്റിവലിന് ശേഷം ഉള്ള ഒരു എന്താ പറയാ, ഓണം വെക്കേഷൻ വൈബ് പോലെ ആയിരിക്കാം കൊടുക്കുന്നത്. വേറെ എന്തെങ്കിലും പേരായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു പേര് സമ്മർ വെക്കേഷൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടല്ലേ കൊടുത്തിരുന്നത്. മാർച്ചിലായിരുന്നല്ലോ ആ സമയത്ത് ബിഗ് ബോസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. അതിന്റെ ഷൂട്ടൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പൊ 100 ദിവസത്തെ ബ്രേക്ക് ഇത്തവണയും ഉറപ്പ് തന്നെയാണ്, അതിലും മാറ്റമൊന്നുമില്ല. ഇനി പറയാനുള്ള ഒരു കാര്യം ലാലേട്ടന്റെ പ്രൊമോയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ലാലേട്ടന്റെ BTS പ്രൊമോ, ഡേറ്റ് കാണിച്ചുകൊണ്ടുള്ള BTS പ്രൊമോക്കകത്ത് ലാലേട്ടൻ പല പല കോസ്റ്റ്യൂമുകൾ, നീല ജുബയില്, നീല ടീഷർട്ടില്, ഒരു മഞ്ഞ കുർത്തയിലൊക്കെ നിൽക്കുന്ന പ്രൊമോകൾ വന്നിട്ടുണ്ട്. കുറച്ച് പേര് ചേർത്ത് ഒരാളെ താങ്ങി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇനി ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാൻ 2 ദിവസമേ ഉള്ളൂ. ഇങ്ങനെ 2 എന്നൊക്കെ കാണിക്കുന്ന സാധനമുണ്ട്. ഇനി 2 വീടെന്നാണോ 2 ദിവസം ഒന്നാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ കുറേ തവണ റിപ്പീറ്റ് അടിച്ച പ്രൊമോ കണ്ടു നോക്കി. അതിനകത്ത് BTSലെ ലാലേട്ടൻ ഇങ്ങനെ 2 എന്ന് പറയുന്നത് കേൾക്കാം. 2 വീടാണോ 2 ദിവസമാണോ എന്ന് അറിഞ്ഞുകൂടാ. നോക്കാം. കാരണം ഇതുവരെ വീടിനെ കുറിച്ചൊരു ഐഡിയ എങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല. ടാഗ്ലൈൻ ഈസ് ഏഴിന്റെ പണി. വീട് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചാലോ അതായിരുന്നല്ലോ. പക്ഷെ വീട് ബെഡ്റൂം 4 ഉണ്ടായിരുന്നു. അപ്പൊ 4 ബെഡ്റൂം കൺസെപ്റ്റ് ആയിരുന്നു. സീസൺ 5 വരുമ്പോൾ ബാറ്റിൽ ഓഫ് ദ ഒറിജിനൽസ് ആണ്. വീട് മൊത്തം എങ്ങനെയായിരുന്നു, ഒരു യുദ്ധക്കളം പോലെ, ഓർമ്മയില്ലേ? സീസൺ 4, 3, 2, 1 എല്ലാം നോർമൽ സാധനമായിരുന്നു. എന്നാലും വലിയ മാറ്റമൊന്നും തന്നെ ഇല്ല. അപ്പൊ സീസൺ 5 മുതലാണ് നമുക്ക് വീടിനൊരു പ്രത്യേകത വന്നു തുടങ്ങിയത്. അപ്പോ അതേമാതിരി ഇത്തവണയും വീട് എങ്ങനെ ആയിരിക്കും, വീടിനകത്തെ തീം എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ടാണ് ഞാൻ ഈ 2ന്റെ കേസ് പറഞ്ഞത്. ചിലപ്പോൾ 2 വീട് കൺസെപ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ സ്വർഗവും നരകവും ആയിരിക്കാം, അറിയില്ല. നമുക്കത് കാത്തിരുന്ന് തന്നെ അറിയാം എന്തായാലും. അപ്പൊ ലാലേട്ടന്റെ പ്രൊമോകൾ ഇനി വരാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് റിവീൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും ആൾക്കാർക്ക് കാണാനുള്ള ഒരു വെമ്പലും ഒക്കെയാണ്. സീസൺ ഇപ്പൊ തുടങ്ങുന്നത്. ഇനി 11-10 ദിവസം മാത്രമേ ഉള്ളൂ ഷോ തുടങ്ങാൻ. അവിടെ 11 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് 9 ദിവസം ആകുമ്പോൾ തന്നെ ഷൂട്ട് തുടങ്ങും. അവിടുത്തെ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിവരങ്ങളൊക്കെ പതിയെ അറിഞ്ഞു തുടങ്ങും. അപ്പൊ നിങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങും. അപ്പൊ ബിഗ് ബോസിന്റെ വൈബായി. പക്ഷേ
വൈബായിട്ടും ഒരു എന്താ പറയുക ഒരു ആക്റ്റീവ് ഇല്ല. എനിക്ക് മാത്രമാണോ തോന്നുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ആക്റ്റീവ് കുറവ് പോലെ. കാരണം പ്രൊമോകളൊന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. എന്താ കാര്യമൊന്നും അറിയില്ല. മൊത്തം ഒരു ആക്റ്റീവ് കുറവ്. പക്ഷെ എന്തായാലും ഷൂട്ട് ചെയ്ത് വെച്ച പ്രൊമോ എന്തായാലും പുറത്തു വിടുമല്ലോ. നമുക്ക് നോക്കാം. 24/7 ഇത്തവണയും ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. അത് പ്രൊമോക്കകത്ത് കഴിഞ്ഞ വന്നപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്. ഇനി ഹോട്ട്സ്റ്റാർ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഞാനത് നിങ്ങളോട് പറയാമെന്ന് കരുതിയിട്ട് തന്നെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ചിലപ്പോൾ പ്ലാൻ ചേഞ്ച് ആവും. ബിഗ് ബോസിന്റെ സമയമാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വില കുറയാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷമോ അതിന് അങ്ങേ വർഷമൊക്കെ ഒരു ഇച്ചിരിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് ചിലർക്ക് 99 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ ഞാൻ അതൊന്നുകൂടി കറക്റ്റ് വിശദമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ അതാണ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ. ഇത്രയാണ്. കണ്ടസ്റ്റൻസിന്റെ ഇൻട്രോ ഷൂട്ട് തുടങ്ങി. ജൂലൈ 27 നമ്മുടെ സ്റ്റാർ സിംഗർ 10 നിർത്തിവെക്കുകയാണ്. പിന്നെ ലാലേട്ടന്റെ പ്രൊമോകൾ വൈകാതെ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോകുന്നു. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കും അതുപോലെ തന്നെ ഫാസ്റ്റ് ക്വിക്ക് വിവരങ്ങൾക്കുമായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കരുത്തുക്കൾ താഴെ കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.